നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2026-ൽ ആയില്യം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്നാണ്. ഇതൊരു സാധാരണ വർഷഫലം പറയുന്ന പോലെയല്ല, മറിച്ച് ഈ വർഷം നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ളൊരു വഴികാട്ടിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ എങ്ങനെ ശരിയായി നേരിടാമെന്ന് നമുക്ക് നോക്കാം. 2026-ൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും. ഈ ഒരൊറ്റ വാചകത്തിൽ ഈ വർഷം മുഴുവൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഒരുപാട് ആലോചനകൾ, പക്ഷെ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവുന്നില്ല. ചിന്തകളുടെ ഈ ഒരു കെട്ടുപാടിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, അതാണ് ഈ വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാഠം. അപ്പോൾ ഈ വർഷത്തെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ 5 കാര്യങ്ങളിലൂടെ ആവും കടന്നു പോവുക. ആദ്യം നിങ്ങളുടെ പ്രധാന വെല്ലുവിളി എന്താണെന്ന് നോക്കും, പിന്നെ കരിയറും പണത്തിന്റെ കാര്യങ്ങളും, അത് കഴിഞ്ഞ് ബന്ധങ്ങൾ, പിന്നെ ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ, അവസാനം വർഷത്തിന്റെ ഒരു ടൈം ലൈനും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ആ പ്രധാന വെല്ലുവിളി? എന്തുകൊണ്ടാണ് 2026 നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ ആവശ്യപ്പെടുന്നത്? കാരണം സിമ്പിളാണ്. ഈ വർഷം നിങ്ങളുടെ ഫോക്കസ് പുറത്തുള്ള കാര്യങ്ങളിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ആയിരിക്കും. അവിടെ കാലങ്ങളായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചില ചിന്തകൾക്കും സംഘർഷങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി വരും. ആയില്യം നക്ഷത്രക്കാരുടെ ഒരു ബേസിക് സ്വഭാവം ഉണ്ടല്ലോ, അതായത് കാര്യങ്ങളൊന്നും അധികം പുറത്തു പറയാതെ എല്ലാം ഉള്ളിൽ തന്നെ വെക്കുന്നത്. പലപ്പോഴും അതൊരു ശക്തിയാണ്. പക്ഷെ 2026-ൽ ഈ ശീലം ഒരുപക്ഷേ നിങ്ങൾക്കൊരു തടസ്സമായി മാറിയേക്കാം. കാരണം ഉള്ളിലൊതുക്കിയ ആ കൺഫ്യൂഷനൊക്കെ പുറത്തേക്ക് വരാനൊരു വഴി നോക്കും. അതുകൊണ്ട് തന്നെ പല നിർണായക തീരുമാനങ്ങളും എടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നൊരു വർഷമായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു ഉള്ളിലെ സംഘർഷം നിങ്ങളുടെ കരിയറിനെയും പൈസയുടെ കാര്യങ്ങളെയുമൊക്കെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് ആ ഏരിയയിലേക്കൊന്ന് കടന്നു നോക്കാം. കാരണം ഇവിടെയും കാര്യങ്ങൾ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. 2026-ലെ നിങ്ങളുടെ ജോലിയുടെ കാര്യം കുറച്ച് രസകരമാണ്. പുറമേന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ കരിയറിൽ എല്ലാം ശാന്തമായി സ്മൂത്തായി പോകുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ശരിക്കും ഉള്ളിൽ അണിയറയിൽ വലിയ ചില മാറ്റങ്ങൾക്കുള്ള ഒരുക്കം നടക്കുന്നുണ്ടാവും. നിങ്ങളുടെ കഴിവുകൾ തീർച്ചയായും മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ വർഷം നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള വലിയ പ്ലാനുകളും ഐഡിയകളും എല്ലാവരുമായിട്ട് പോയി ഷെയർ ചെയ്യരുത്. മിണ്ടാതെ നിങ്ങളുടെ പണി ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് സംസാരിച്ചോളും. ഇനി പൈസയുടെ കാര്യം. 2026-ൽ സാമ്പത്തികമായിട്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പൈസ കയ്യിൽ വരും, അതിലൊരു സംശയമില്ല. പക്ഷെ അത് വന്ന പോലെ തന്നെ പോകാനും നല്ല സാധ്യതയുണ്ട്. കുടുംബത്തിന് വേണ്ടിയുള്ള ചെലവുകൾ കൂടാം. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഓർക്കുക, വെറുതെ ഒരാളെ വിശ്വസിച്ച് പണം കടം കൊടുക്കരുത്. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സേഫ് ആണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ വരുന്നത് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ഏരിയയിലേക്കാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്സും പിന്നെ നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തും. ഇവിടെയാണ് നിങ്ങളുടെ ചിന്തകൾ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വർഷം നിങ്ങളുടെ വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ടാവും, നല്ല രീതിയിലും മോശം രീതിയിലും. പഴയ ചില ഓർമ്മകളോ അല്ലെങ്കിൽ പഴയ ആളുകളോ ഒക്കെ അപ്രതീക്ഷിതമായി വീണ്ടും മനസ്സിലേക്ക് വരാം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒന്ന് നിർത്തി ആലോചിച്ച ശേഷം മാത്രം സംസാരിക്കുന്നതാണ് നല്ലത്. വെറുതെയുള്ള തർക്കങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഈ ചോദ്യം നിങ്ങളോട് തന്നെയാണ്. വെറുതെയുള്ള സംശയങ്ങളെ ജയിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലും അടുത്ത സൗഹൃദങ്ങളിലും ഒരു തെളിവുമില്ലാത്ത സംശയങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മനസ്സ് ഓരോ കഥകൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് സത്യമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. സംശയത്തിന് കീഴടങ്ങരുത്. ഈ വർഷം നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യമായിട്ട് നേരെ കണക്റ്റഡ് ആയിരിക്കും. ഓവർ തിങ്കിങ് കാരണം ഉറക്കം കുറയാം. അത് ഗ്യാസ്, അസിഡിറ്റി പോലുള്ള വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ഇതിന് ചെയ്യാവുന്നൊരു സിമ്പിൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ അങ്ങ് മാറ്റിവെക്കുക. അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും നേരം നമ്മൾ കുറേ വെല്ലുവിളികളെക്കുറിച്ചൊക്കെ സംസാരിച്ചു അല്ലേ? പക്ഷെ പേടിക്കണ്ട, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഇനി നമുക്ക് ആശ്വാസത്തിലേക്കും ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാമെന്നതിലേക്കും വരാം. ഈ 3 ശീലങ്ങൾ ഇത് മാത്രം ഈ വർഷം ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മതി. നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും തീരും. 1, എല്ലാം ഉള്ളിൽ ഒതുക്കുന്നത് നിർത്തുക. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് തുറന്ന് സംസാരിക്കുക. 2, മറ്റുള്ളവരുടെ സ്നേഹത്തെയും കുറിനെയും സംശയിച്ച് ടെസ്റ്റ് ചെയ്യാതിരിക്കുക. 3,
പ്രതികാരം ചെയ്യണമെന്നൊക്കെയുള്ള ചിന്തകൾക്ക് മനസ്സിൽ ഒട്ടും സ്ഥലം കൊടുക്കാതിരിക്കും. ഇനി മനസ്സിന് വല്ലാത്തൊരു പിരിമുറുക്കം തോന്നുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുണ്ട്. ദിവസവും രാവിലെ അല്ലെങ്കിൽ നിങ്ങൾക്കെപ്പോഴാണോ സൗകര്യം ശാന്തമായി ഒരിടത്തിരുന്ന് 11 തവണ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഇത് നിങ്ങൾക്ക് വലിയൊരു സമാധാനവും പോസിറ്റീവ് എനർജിയും തരും. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഈ വർഷത്തെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു നോക്കാം, ഒരു ടൈം ലൈൻ പോലെ. അപ്പോൾ ഓരോ സമയത്തും എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ശ്രദ്ധിച്ചോളൂ, വർഷത്തിന്റെ തുടക്കത്തിൽ, അതായത് ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ വരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നല്ല സമയമാണ്. മെയ് ജൂൺ മാസങ്ങളിൽ റിലേഷൻഷിപ്പുകളിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കണം. വർഷത്തിന്റെ പകുതി കഴിയുമ്പോൾ ജൂലൈ തൊട്ട് ഒക്ടോബർ വരെ പൈസയുടെ കാര്യത്തിൽ നല്ല ആശ്വാസം കിട്ടും. അവസാനത്തെ 2 മാസങ്ങളിൽ നിങ്ങൾക്ക് നല്ല മനസ്സമാധാനം കണ്ടെത്താനും പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആയില്യം നക്ഷത്രക്കാർക്ക് 2026 എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മനസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള വർഷമാണ്. ഉള്ളിലുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റി മുന്നോട്ടുള്ള വഴിക്കൊരു വ്യക്തത വരുത്താനുള്ള ഒരു അടിപൊളി അവസരമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് നിർത്താം. അവസാനം, നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്താൽ 2026 നിങ്ങൾക്ക് മികച്ചൊരു വർഷമാക്കി മാറ്റാൻ തീർച്ചയായും സാധിക്കും.